അങ്ങനെ ഞാൻ പിന്നെയും എന്റെ സഞ്ചിയുമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്ന് ഇതിന്റെ അകത്ത് എന്താണെന്ന് നോക്കിയാലോ. സെക്കൻഡ് പാർട്ട് എല്ലാ ആഴ്ചയും ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നമ്മളുടെ ചോറ്റ് പാത്രമാണ്. ഇതിന്റെ അകത്ത് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കാത്തിരുന്ന സാധനമാണ് കാലി പാത്രം. അത് കഴിഞ്ഞ് മാറ്റാൻ പക്ഷെ മാറ്റില്ല. അടുത്തത് കടല കറിയോ അല്ല, കടല പുഴുങ്ങി തന്നുകൊണ്ടേക്കുക. എന്തിനാ? ഗ്യാസിലാട്ടെ. എനിക്ക് പച്ചക്കടല ഒന്നും മതി, പക്ഷെ ചെയ്യത്തില്ല. ഉണക്കി ചെമ്മീൻ ചമ്മന്തി. അയ്യോ, ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ചെമ്മീൻ തേങ്ങാ മുളകരച്ച കറി. ഇതെന്താ വീട്ടിൽ തന്നെ വളർന്ന കോവയ്ക്ക. അത് 5 കോവയ്ക്ക. ചെറുപയറ്. കടലക്കറിയുണ്ട്. വെറുതെ ഞാൻ തെറ്റിദ്ധരിച്ചു. കടല പുഴുങ്ങിയതും കടലക്കറിയും ഉണ്ട്. ഇതേ ബിരിയാണി ഇന്ന് ചൂടാക്കി കഴിച്ചോളാൻ പറഞ്ഞ് തന്നതാ. ഇത് മത്തിയ. അതിനെ എടുത്ത് തന്നെ ഞാൻ മൊത്തത്തിൽ മാറും. അതുകൊണ്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. മത്തി കഴുകി തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ബീഫ് കുറച്ചാണെന്ന് കമന്റ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ബീഫ് നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടം. പയർ ഞാൻ ഒത്തിരി കഴിക്കുന്ന ഒരാളാണ്. ആസ് യൂഷ്വൽ നമ്മുടെ അപ്പം മാവും, നമ്മുടെ ദോശമാവും. ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ പൊടി തന്നെ. എനിക്ക് വെള്ളം കുടിക്കൽ കുറവായത് കൊണ്ട് നന്നായി വെള്ളം കുടിക്കാൻ തന്നുവിട്ടതാ. ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പയർ എല്ലാം കൂടെ ചേർത്ത് കാണിക്കുന്നത്. ഇത് അരി, സവോള, കിഴങ്ങ്, വേപ്പില എല്ലാം ഉണ്ട്. അതേപോലെ ഒരു മാസത്തേക്ക് ഒരു സംഭവം കൂടെ ഉണ്ട്. ലാസ്റ്റ് ഫൈനൽ വൺ ചെറിയ തേങ്ങ തന്നു വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ എന്റെ വാട്സ് ഇൻ മൈ സഞ്ചി. അപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പൊ ബൈ.